Hello guys, welcome to our channel Itty Bitty Fun World. Guys, ഞങ്ങളൊരു പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മിസ്സിരിക്കാക്ക അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ടേസ്റ്റുള്ള ചായ. ഈ മിസ്സിരിക്കാക്കൻ്റെ ചായ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വണ്ടി കയറി ജപ്പാൻ്റെ കൂടെ ഇരിക്കാൻ തല്ലുകൂടാണ്. ഞങ്ങൾ വണ്ടിയിൽ കയറുന്ന ദിക്കറൊക്കെ ചൊല്ലി സൂലേട്ട് യാത്ര തുടങ്ങി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബിൽഡിംഗ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള പാർക്ക്. ഇത് ഞങ്ങൾ പോകുന്ന വയലിലുള്ള ഈത്തപ്പഴത്തോട്ടാണ്. കുറേ ഈത്തപ്പഴ മരങ്ങളുണ്ട് അവിടെ. ഈ സൂലായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു സൺസെറ്റ് ഞങ്ങൾ അങ്ങനെ സൂവിൻ്റെ അടുത്തെത്തി. ഈ സൂലോട്ട് പോകുന്ന വഴിയിൽ ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ സൂ. ഇവിടെ എൻ്റെ അപ്പ ആൾക്കാരോടൊക്കെ സ്ഥലം കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളെ സൂവിൻ്റെ വഴി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. കയറുന്ന വഴിയാണ് ലൈറ്റൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുമ്പോൾ ഭംഗിയുണ്ടായിരുന്നു. നല്ല വൈബുള്ള സ്ഥലം. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോ കൊടുത്തു. ഒരു ഫോട്ടോ ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഗസ്മാനിനെ കാണണ്ടേ? ഗസ്മാനുകളെ കണ്ടോ? നല്ല അടുത്ത് നിന്ന് കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഗസ്മാനുകൾ കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. അവരിങ്ങനെ നടക്കുന്നുണ്ട്. ഒരു കുതിരനെ കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ മുടി കണ്ടോ ഗായ്സ്? ഈ കുതിരൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് സവാരിയൊക്കെ നടത്താം. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള മാനുകൾ പുറത്തിറങ്ങി. ഞാനും എൻ്റെ മാനിയടുത്തേക്ക് ഓടി. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മാനുകൾ അകത്തോട്ട് ഓടി. ഇവരെ അങ്ങനെ കെട്ടിവെച്ചിട്ടൊന്നുമില്ല, തുറന്നു വിട്ടുകയാണ്. അവിടെ ഒരു മാൻ പുല്ല് തിന്നു കണ്ടപ്പോൾ അതറിയാതെ ഞാൻ എടുത്തോട്ട് പോയപ്പോൾ അത് ഓടിപ്പോയി. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. എൻ്റെ അപ്പ അത് കണ്ടപ്പോൾ കാണാൻ പോയതാണ് കേട്ടോ. എൻ്റെ അപ്പ ഇനിയാണ് മക്കളെ കാണേണ്ട. സ്റ്റെപ്പ് കയറി എത്തുന്നത് ഒരു ഗ്രൗണ്ടിലേക്കാണ്. ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് നല്ല ഈത്തപ്പഴത്തോട്ടമുണ്ട്. അവിടെ ഞങ്ങൾ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് മെല്ലെ നടന്നു. അപ്പോൾ അത് സൈഡിലൊരു കുഞ്ഞരുവി ഒഴുകുന്നു. ആ കണ്ടപ്പോൾ എൻ്റെ അടുത്താക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുത്ത് മുന്നിലേക്ക് നടന്നു. ഇപ്പോൾ അവിടെ ചെറിയൊരു ഫൗണ്ടെയിൻ ഉണ്ട്. ഈ ഒഴുകി വരുന്ന വെള്ളം ഇവിടെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് അടുത്താക്ക് ഫോട്ടോ എടുക്കണം. പെടിയൊരു വെള്ളത്തിന് സംഭവം ഉണ്ട്. അങ്ങനെ വെള്ളം കണ്ടു നിൽക്കുന്ന സമയത്താണ് ദൂരെ മൃഗങ്ങളെ കണ്ടത്. ഞാനും എൻ്റെ ഓടിപ്പോയി. ജാപ്പനീസ് ഡോഗില്ലേ, ഞങ്ങളെ കണ്ട് ഉറങ്ങുകയാണ്. ഞങ്ങളത് തട്ടി നീപ്പിച്ച്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല ക്യൂട്ടായിരുന്നു. ക്യൂട്ട് ഡോഗാണ് സൈബീരിയൻ ഡോഗ്. നമ്മുടെ നാട്ടിലെ താറാവ് പോലെയുണ്ട് ഇറാഖി ഗീസ്. ഗായ്സ്, ഇതാണ് ഈജിപ്തിലെ ടർക്കി കോയിൻ. അടുത്തതാണ് നമ്മളെ നാഷണൽ ബേർഡായ ഇന്ത്യൻ പീകോക്ക്. ഇതാണ് യൂറോപ്യൻ ഡക്ക്. ഗായ്സ്, ഈ കാണുന്ന കോയിന്റെ പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈജിപ്തിലെ ടർക്കി കോയാണിത്. ഇതാണ് ഹറീസ്. ഹറീസ് എന്ന് വെച്ചാൽ മുഴലുകൾ. ഹറീസ് സൗദി അറേബ്യ.
ഇതൊരു വലിയ ബേർഡാണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങുകയാട്ടോ. ഇത് പിന്നെ നമ്മളുടെ നാട്ടിലെ പ്രാവുകൾ. നമ്മളെ നാട്ടിലെ പ്രാവല്ല കേട്ടോ, വേറെ സ്പീഷീസിലെ പെട്ട പ്രാവാണ്. ഈ ആടിന്റെ കൊമ്പ് കണ്ടോ, വളഞ്ഞിട്ടാണ് ഇതുള്ളത്. ഇതാണ് ആഫ്രിക്കൻ ഓക്സ്ട്രിച്ച്. ഇതിന്റെ തലയുടെ നീളം കണ്ടോ. ഇത് എഴുന്നേക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ നീളം മനസ്സിലാകുന്നത്. ആദ്യം ഞങ്ങൾ ഇത് ഇരിക്കുമ്പോൾ ഇത് ചെറിയ കുഞ്ഞു ബേർഡാണെന്ന് വിചാരിച്ചു പോയി. ഇതങ്ങിങ്ങായി ഒരുപാടുണ്ടായിരുന്നു ആ കൂട്ടിൽ. ഇത് എന്തോ ഒരു ടൈപ്പ് മാനാണ് തോന്നുന്നുണ്ട്. ഇതിനെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ മാനായിട്ടാ തോന്നിയത്. ഇതൊരു ടൈപ്പ് ആടാണ് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന ബേർഡാണ് യമു ഓക്സ്ട്രിച്ച്. ഇത് യമുവും ഓക്സ്ട്രിച്ചും കൂടി മിക്സ് ആയ ഒരു ബേർഡാണ്. ഇതിനെ കണ്ടപ്പോൾ മാനായിട്ടാണ് തോന്നിയത്. പിന്നെ കുതിരനെ അടിച്ചു വെക്കുന്ന സ്ഥലവും കണ്ടു. ഇത് അമേരിക്കയിലെ ഒട്ടകത്തിന്റെ സ്പേഷ്യസിൽപ്പെട്ട അമേരിക്കൻ ഒട്ടകമാണെന്ന് തോന്നുന്നു. ഇത് നമ്മളുടെ നാട്ടിലെ പുള്ളിമാൻ പോലെയുണ്ട്. പേരൊക്കെ വലിയ പേരാ. നമ്മളുടെ നാട്ടിലെ നാടൻ ആടുകളാ. ഇതിന്റെ കൂടെ നാടൻ കോഴികളുമുണ്ട്. ഇവയെ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. കുറെ ടൈപ്പ് ആടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ കുറെ ഊഞ്ഞാലുകൾ കണ്ടു. അവിടെ കുറച്ച് കുട്ടികൾ ആടുന്നുണ്ടായിരുന്നു. നേരത്തെ അരുവി പോലെ കണ്ടില്ലേ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് അരുവി പോലെ മുന്നോട്ട് പോകുന്നതും കുറച്ച് അധിക സമയം ഊഞ്ഞാലെ ആടിയിരുന്നു. അവിടെയുള്ള ഈത്തപ്പഴമരത്തിന്റെ ഇടയിൽ ചെറിയ തണുത്ത കാറ്റും കാമായിട്ടുള്ള ഒരു സ്ഥലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു ആടിയിരിക്കാൻ. അതിൻ്റെ ഇടക്കാണ് നേരത്തെ കണ്ട മാനുകൾ നടക്കുന്നത് കണ്ടത്. ഇവരെ കെട്ടിയിടുന്നൊന്നില്ല, അവർക്ക് ഇഷ്ടം പോലെ എവിടേക്കും നടക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ ഊഞ്ഞാലാടുന്ന നേരത്ത് ഞാനൊരു മാനിന്റെ അടുത്തോട്ട് പോയി. അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. ഇത്ര അടുത്ത് നിന്ന് ഞാൻ മാനിനെ ഇതുവരേക്കും കണ്ടിട്ടില്ല. ഞാൻ തൊട്ടൊക്കെ നോക്കി മാനിനെ. ഇതെന്റെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അനിയൻ അപ്പം എൻ്റെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ ഒറ്റക്കായിരുന്നു. അവരോട് ഊഞ്ഞാലാടുകയായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ പുല്ലെടുത്തു കൊടുത്തു, പക്ഷേ മാൻ തിന്നില്ല. മാനിൻ്റെ കൂടെ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോയും കൂടി എടുത്തു. ഇതൊക്കെ ഇവർ ഭംഗിക്ക് വേണ്ടി വെച്ചതാട്ടോ. ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങൾ ക്ഷീണിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഒരു കഫേ കണ്ടു. ഞങ്ങൾ ആ കഫേയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ കോഫിയും ചായയും ഓർഡർ ചെയ്തു. കോഫി ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കാണിച്ചേ. ഇത് കോഫി ഷോപ്പിന്റെ മുന്നിലുള്ള ചെറിയ നമുക്ക് കോഫി ഷോപ്പ് ഒന്ന് ഫ്രണ്ടിൽ തന്നെ മനോഹരമായ ബൊഗെയിൻവില്ല വില്ല വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ കടലാസ് പൂവാണ്. ഇതാണ് കഫേന്റെ ഉൾഭാഗം. ഒരുപാട് ചെടികളുണ്ടായിരുന്നു. കുറച്ച് സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ചായയും കോഫിയും ഒക്കെ കുടിക്കാം. കഫേൻ്റെ ഉള്ളിൽ ചെറിയ വീട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇത് മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വീടാണ്. അവിടെ ഇരുന്ന് കോഫി കുടിച്ചപ്പോൾ നല്ല വൈബായിരുന്നു. ചെറിയ തണുത്തൊരു കാറ്റും ചൂടുള്ള ചായയും നല്ല വൈബ് സ്ഥലവും അടിപൊളി ഫീലായിരുന്നു. ചായ കുടിച്ച് ഞങ്ങൾ അങ്ങനെ വീണ്ടും
പാർക്കിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ കൂടെ മാനു ഉണ്ടായിരുന്നു. അവരിങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട്. ഞങ്ങൾ കണ്ടും അതാ മാനു ഓടിപ്പോയി. ഇനി ഞങ്ങൾ കാണാൻ പോകുന്ന സെക്ഷൻ പക്ഷികളാണ് കേട്ടോ. രാത്രിയായപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ വെച്ച് ഭംഗിയായി. ഇവിടെ തിരിക്കാൻ പറ്റും. ഇത് ഒരാമൈറ്റം കിളികളാണ്. ഇത് താറാവ് കൂട്ടിൽ മുട്ട ഉണ്ടായിരുന്നു. ഇത് കോഴികൾ. ഈ കാണുന്ന ജീവിയാണ് ഹൈറാക്സ്. എലിയുടെ അത്ര വലിപ്പമുള്ള ഈ ജീവി ആനയുടെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കൂ. ഇതൊക്കെ കോഴികളും പ്രാവുകളുമാണ്. ഈ കാണുന്ന കോഴിയാണ് ഇൻഡോനേഷ്യൻ കോഴി. ഞാൻ മൃഗങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ പാർക്കിലേക്ക് പോയി. നിങ്ങൾക്കും കാണിച്ചു തരാട്ടോ പാർക്ക്. വരും ഞങ്ങൾ കൂടെ. ഞങ്ങൾ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മാനുകളും അവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ പാർക്ക്. കുറച്ച് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് ഓടി. അപ്പൊ ഗായ്സ്, ഞങ്ങൾ കളിച്ചിട്ട് വരാം. ഞാൻ നൃത്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ. പിന്നെ ഞങ്ങൾ പെഡൽ ബോട്ടിലും കയറി. പെഡൽ ബോട്ടിൽ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പെഡൽ ബോട്ടേറ്റ് എവിടേക്കോ പോയി കുത്തുന്നു. എൻ്റെ എത്താനോട് ഞാൻ സ്പീഡിൽ വിടുന്നു. എൻ്റെ അത്താഴത്തും കേൾക്കാതെ പിന്നെ ബാക്കൊക്കെ വിടുന്നു. ഞാൻ കുറച്ചധികം സമയം വരെ കളിച്ചു. തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകുകയാണ്. റൂമിലേക്ക് പോവുകയാണ്. ഞാനുണ്ട്, എൻ്റെ അത്തയുണ്ട്, എൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഗൈസ് പറയാൻ പറഞ്ഞു. ആ കാണുന്നത് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങി. ഞങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ടോ. ഞങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി.